മക്കളെ, കുസാറ്റിൻ്റെ 2026 കാറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എക്സാം മെയ് 9, 10, 11 തീയതികളിലായിട്ടാണ് നടക്കുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഒരു പ്രിൻറ്റഡ് കോപ്പി ഓഫ് അഡ്മിറ്റ് കാർഡും വിത്ത് വാലിഡ് ഫോട്ടോ ID പ്രൂഫുമാണ്. അപ്പോൾ എക്സാമിന് കൊണ്ടുപോകേണ്ടത് ഈ 2 സാധനങ്ങളാണ്. ഒരു ഫോട്ടോ ID കാർഡ് ഉണ്ടാവണം, പ്ലസ് അഡ്മിറ്റ് കാർഡും ഉണ്ടാവണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2026 കാറ്റ് എക്സാം എഴുതുന്ന കുട്ടികളിൽ ന്യൂഡൽഹി വെന്യൂ വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് പേർക്ക് വെന്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വെന്യൂ ഏതാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ലേറ്റസ്റ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവും, അതും ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ മെയിലിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ വന്നിട്ടുമുണ്ട്. അതുപോലെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഡൗൺലോഡ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എറർ തോന്നുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ടെസ്റ്റ് കോഡിലോ അല്ലെങ്കിൽ വെന്യൂവിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം നേരത്തെ കോൺടാക്ട് ചെയ്യുകയും വേണം. ഇനി ഞാനിതിൻ്റെ ഒരു സാമ്പിൾ അഡ്മിറ്റ് കാർഡ് കാണിക്കാം. ഇവിടെ പ്രൊവിഷണൽ അഡ്മിറ്റ് കാർഡ് എന്നാണ് അത് ഉണ്ടാവുക. ഓക്കെ, ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ബാർകോഡ് ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, കുട്ടിയുടെ അഡ്രസ്സ് ഉണ്ടാവും, കുട്ടിയുടെ പിൻകോഡ് ഉണ്ടാവും, എവിടെയാണ് ടെസ്റ്റ് സെൻ്റർ എന്നും ഏത് ടെസ്റ്റ് അതിൻ്റെ നമ്പറും അതേപോലെ വെന്യൂ എക്സാക്ട്ലി ഏതാണെന്നും ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചറും അതേപോലെ ഇവിടെ ഫോട്ടോയും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പേജ്, അതായത് ഈ പേജ് കളർ എടുക്കുകയായിരിക്കും ബെറ്റർ. കാരണം കുട്ടിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് കളർ എടുക്കുക. ആകെ 2 പേജേ ഉള്ളൂ അഡ്മിറ്റ് കാർഡ്. അതിൽ 2ാമത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ ഈ 1ാമത്തെ പേജ് കൊണ്ടുപോയാലും മതി. ഇനി ആ ഫസ്റ്റ് പേജിൻ്റെ താഴേക്ക് നോക്കിയാൽ ടെസ്റ്റ് സബ്ജക്റ്റ് കാണാം. അപ്പോൾ ഈ കുട്ടി 101 എന്നുള്ള കോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് എക്സാമിന് ഉണ്ടാവുക. കുട്ടിയുടെ റോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡേറ്റ് ചെക്ക് ചെയ്യുക. ഡേറ്റ് 11/5 മെയ് 11 തീയതിയാണ്. ടൈം 2:30 തുടങ്ങി 5:30 വരെയുള്ള 3 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചർ ഉണ്ടാവണം, ഇവിടെ ഇൻവിജിലേറ്റർ സിഗ്നേച്ചറും. ഇത് രണ്ടും എക്സാം ഹോളിൽ നിന്നാണ്, വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകണ്ട. അവിടെ ചെന്നിട്ട് ഇൻവിജിലേറ്റർ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ചെയ്യാവൂ. അതിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, 90 മിനിറ്റ്സ് പ്രയർ ടു ദ കമൻസ്മെന്റ് ഓഫ് എക്സാം. അതായത് 1.5 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇനി 15 മിനിറ്റ് മുമ്പ്, അതായത് എക്സാം എപ്പോഴാണോ അതിന് 15 മിനിറ്റ് മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2:30 എക്സാം എന്ന് വിചാരിക്കുക. 2:30 ഗേറ്റ് ക്ലോസിങ് എപ്പോഴാണ്, 2:15 ഗേറ്റ് ക്ലോസിംഗ് ആണ്. ഇതിന് ശേഷം ഒരാളെ പോലും എക്സാം ഹോളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. 2:30 എക്സാം എങ്കിൽ 2:15 ശേഷം. എന്നാൽ നിങ്ങൾക്ക് 1 മണി തുടങ്ങി റിപ്പോർട്ട് ചെയ്യാം. 90 മിനിറ്റ്സ് പ്രയർ ആണ് പറഞ്ഞത്, 1.5 മണിക്കൂർ മുമ്പാണ്. അപ്പോൾ നിങ്ങൾ 1 മണി തുടങ്ങി 2:15 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ 2:15 ശേഷം നിങ്ങളെ അതിനുള്ളിലേക്ക് കയറ്റില്ല. ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബ്രിങ് എ വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ് ഇൻ ഒറിജിനൽ. ഒരു വാലിഡ് ID പ്രൂഫ് ഒറിജിനൽ ഉണ്ടാവണം വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ള ഒരു വാലിഡ് ID പ്രൂഫ്. അത് നിങ്ങൾക്ക് വോട്ടേഴ്സ് ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ID കാർഡ് ആവാം, വാലിഡ് പാസ്പോർട്ട് ആവാം, ആധാർ കാർഡ് ആവാം, ആധാറിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവാം, പാൻ കാർഡ് ആവാം. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റുകൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻഡ് കോപ്പീസ് ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ മൊബൈൽ ഫോണിലുള്ള ഇമേജുകൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ID, അത് പ്രിൻ്റ് ഔട്ട് അല്ല, ഒറിജിനൽ ID കൊണ്ടുപോകാനും ശ്രദ്ധിക്കാം. അടുത്തത്, കീപ് ദ അഡ്മിറ്റ് കാർഡ് ഇൻ സേഫ് കസ്റ്റഡി ഓഫ് ദ കാൻഡിഡേറ്റ് ആഫ്റ്റർ ദ എക്സാമിനേഷൻ ടിൽ ദ കംപ്ലീഷൻ ഓഫ് അഡ്മിഷൻ പ്രോസസ്. അഡ്മിഷൻ കഴിയുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ആ വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. അതും ശ്രദ്ധിക്കണം. ഇനി അടുത്ത അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്, 4 മാർക്ക് വിൽ ബി അവാർഡ് ടു ഈച്ച് കറക്റ്റ് ആൻസർ. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ്. ആൻഡ് 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് അഗെയിൻസ്റ്റ് ഈച്ച് റോങ് ആൻസർ. അപ്പോൾ നിങ്ങളൊരു ശരി ഉത്തരം ചെയ്യുകയാണെങ്കിൽ 4 മാർക്ക് കിട്ടും. തെറ്റിയാൽ നിങ്ങൾക്ക് -1 ആയിരിക്കും. അതും എക്സാമിൻ്റെ പാറ്റേൺ. ദെൻ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ എറർ ഉണ്ട് എന്നൊക്കെ തോന്നിയാൽ മാക്സിമം നേരത്തെ അവരുടെ ഹെൽപ്പ് ലൈനിൽ കോൺടാക്ട് ചെയ്യുകയും വേണം. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ, 2ാമത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസിന്റെ പേജ് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് പോസസ് എനി ഓഫ് ദ ഐഡന്റിറ്റി പ്രൂഫ് മെൻഷൻഡ് എബോവ്. നമ്മൾ മേലെ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റുകളിൽ ഒന്നും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ID സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് കുസാറ്റിന്റെ ഡൗൺലോഡ് ഓപ്ഷനിൽ, കുസാറ്റിന്റെ സൈറ്റിലെ ഡൗൺലോഡ് ഓപ്ഷനിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതെടുത്ത് അതിൽ നിങ്ങളുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് അത് കൊണ്ടുപോയാലും മതി. ഇനി 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൻഡിഡേറ്റ് ഷുഡ് ക്യാരി നോർമൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ. റഫ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളൊരു പെന്ന് കൊണ്ടുപോകണം.
അതേപോലെ മൂന്നാമത്തേത് കാൻഡിഡേറ്റ്സ് ഹൂസ് ഫോട്ടോ ഓർ സിഗ്നേച്ചർ ഈസ് നോട്ട് പ്രിന്റഡ് പ്രോപ്പർലി ഓൺ അഡ്മിറ്റ് കാർഡ്. നിങ്ങളുടെ ഫോട്ടോയോ സിഗ്നേച്ചറോ അഡ്മിറ്റ് കാർഡിൽ കറക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, എറർ ഉണ്ട് അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പുതിയതായിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ സിഗ്നേച്ചർ ഇടാം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ അറ്റസ്റ്റ് ചെയ്യിക്കണം. അപ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിച്ചിട്ട് വേണം നിങ്ങളത് കൊണ്ടുപോകാനെന്ന് മാത്രമല്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ്, അതായത് നിങ്ങൾ ഒറിജിനൽ അഡ്മിറ്റ് കാർഡല്ല, നിങ്ങൾ എറർ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യണം, ഇൻവിജിലേറ്ററെ എക്സാം ഹോളിൽ ഏൽപ്പിച്ചിട്ട് വരികയും വേണം. അത് ബാക്കി നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടാവണം. പക്ഷേ ഈ ഒരു കോപ്പി, അതായത് നിങ്ങൾ സൈൻ ചെയ്ത അല്ലെങ്കിൽ ഫോട്ടോ പേസ്റ്റ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത ആ കോപ്പി നിങ്ങൾ ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കണം. ഇനി ബാക്കിയുള്ളതറിയാം, എക്സാം കഴിയാതെ ഹോളിൽ പുറത്തേക്ക് വിടില്ല, അതേപോലെ അതിനുള്ളിലേക്ക് പെർമിറ്റ് ചെയ്യാത്തത് ഇലക്ട്രോണിക് ഡിവൈസുകൾ പെർമിറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുക്സ്, ഇതൊരു സാധനം. അതായത് എന്തൊക്കെ കൊണ്ടുപോകാം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. എന്തൊക്കെ കൊണ്ടുപോകാം? ഒന്ന്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് കളർ പേജ് ആകുകയാണ് നല്ലത്, ആ ഒരു ഫസ്റ്റ് പേജ് മാത്രം മതി. രണ്ടാമത്തേത് ഒരു വാലിഡ് ID പ്രൂഫ്, അത് ഒറിജിനൽ ആയിരിക്കണം. പ്ലസ് നിങ്ങൾക്കൊരു പെന്ന് കൊണ്ടുപോകാം. ഇത്രയും സാധനങ്ങളാണ് എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി റഫ് വർക്ക് ചെയ്യാനുള്ള ബ്ലാങ്ക് ഷീറ്റ് അവിടുന്ന് തരും. അവിടെ നിങ്ങളുടെ പേരും റോൾ നമ്പരും ഒക്കെ എഴുതുക. അതിനുശേഷം എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അത് ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കുകയും വേണം, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ കുസാറ്റിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളോ മറ്റോ വരികയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.